നമസ്കാരം. ഇന്ത്യ വിരുദ്ധതയുടെ പേരിൽ ബംഗ്ലാദേശിൽ വലിയ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കലാപകാരികൾ ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ മാത്രമല്ല, അവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും ചാനലുകൾക്കും പത്രങ്ങൾക്കും നേരെ പോലും ഇപ്പോൾ വലിയ ആക്രമണം നടത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കത്തിച്ചത്. ഈ ഓഫീസുകൾ കത്തിക്കുമ്പോൾ ഓഫീസിനകത്ത് നിരവധി ജീവനക്കാർ കുടുങ്ങിപ്പോയിരുന്നു. പലരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു വന്നത്. ആ രീതിയിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ വളരെ അസഹിഷ്ണുതാപരമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കലാപകാരികൾ ആക്രമണം നടത്തുന്നുണ്ട്. അന്ന് പ്രഥോം ആലോ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലാണ്. അതോടൊപ്പം തന്നെ ദി ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമം. ഈ 2 മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നത്. ഈ 2 മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന അവിടുത്തെ ഇന്ത്യ വിരുദ്ധനായ ഒരു നേതാവ്, ആ നേതാവിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ അയാളുടെ മരണം നേരാമണ്ണം പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ 2 മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ജമാഅത്തെ ഇസ്ലാമിയുടെ കലാപകാരികൾ കലിതുള്ളിയതും ഈ പറയുന്ന ഓഫീസുകൾക്ക് നേരെ തീവെപ്പടക്കമുള്ള ആക്രമണങ്ങൾ നടത്തിയതും. ഇപ്പോൾ ഈ 2 മാധ്യമ സ്ഥാപനങ്ങളെ കൂടാതെ ഗ്ലോബൽ TV എന്ന മറ്റൊരു മാധ്യമത്തെയും ബംഗ്ലാദേശ് കലാപകാരികൾ ലക്ഷ്യം വച്ചിരിക്കുകയാണ്. ഈ ഗ്ലോബൽ TVയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകയായ നസ്നീൻ മുന്നിയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. നസ്നീൻ മുന്നി എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ TVയിലെ ഈ മാധ്യമ പ്രവർത്തക ആദ്യഘട്ടങ്ങളിലൊക്കെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ചിരുന്നു. അതായത് ഷെയ്ഖ് ഹസീനയുടെ കാലത്തായിരുന്നല്ലോ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത്. ആ സമയത്തുണ്ടായ സ്റ്റുഡൻറ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അവിടുത്തെ സംവരണ നയങ്ങൾക്കെതിരെയായിട്ടാണ് ആദ്യ പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീട് ഇതിനെ മതമൗലികവാദികൾ ഹൈജാക്ക് ചെയ്യുകയും അതിനെ വലിയ കലാപമായി ആളിക്കത്തിക്കുകയും പിന്നീട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ, അതായത് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ഉടലെടുത്ത ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിട്ട് പിന്തുണച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ നസ്നീൻ മുന്നി എന്ന മാധ്യമ പ്രവർത്തക. എന്നാൽ ഇവർ ഒട്ടനവധി TV പരിപാടികൾ ഇവർക്ക് അനുകൂലമായി, അതായത് ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ സ്റ്റുഡൻറ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന സംഘടനയ്ക്കെതിരെ ഇൻകുലാബ് മഞ്ച് എന്ന സംഘടനയ്ക്ക് അനുകൂലമായി, അതോടൊപ്പം തന്നെ മറ്റ് NCP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന NCP രൂപീകൃതമായത് പിന്നീടാണ്. പക്ഷേ അതിനു മുമ്പൊക്കെ ഉള്ള സംഘടനാ രൂപങ്ങൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളെയൊക്കെ വളരെ അനുകൂലമായി അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് TV ഷോകൾ ചെയ്തിരുന്ന, അവരുടെ പക്ഷത്ത് നിന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ നസ്നീൻ മുന്നി. മാത്രമല്ല ഇവർ TV ഷോകൾ ചെയ്യുക മാത്രമല്ല, ഇവർ ഈ പറയുന്ന പ്രക്ഷോഭത്തിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി മുഹമ്മദ് യൂനസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളരുതായികൾ, അതായത് പഴയകാല സർക്കാരിനെതിരെ ഇവർ ഉന്നയിച്ച വാദമുഖങ്ങളെല്ലാം പൊളിയുന്നു. ഇവർ ഒരു മത തീവ്രവാദ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു, വികസനത്തിന് പ്രതികൂലമായ രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു. ഇതിനെതിരെ ആദ്യകാലത്ത് പ്രക്ഷോഭകാരികളെ പിന്തുണച്ചിരുന്ന പലരും അവരെ പിന്നീട് എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതിലൊരു വ്യക്തിത്വമാണ് ഈ നസ്നീൻ മുന്നി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ. അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ഒസ്മാൻ ഹാദിയെ പോലുള്ളവരെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവർക്കെതിരെ പ്രസ്താവനകൾ നടത്തി തുടങ്ങി, അവർക്കെതിരെ TV ഷോകൾ സംഘടിപ്പിക്കുന്നു എന്നു മാത്രമല്ല അവർക്കെതിരെ അവർ ഫേസ്ബുക്കിലും മറ്റും കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അസഹിഷ്ണുത അല്ലെങ്കിൽ ഇതിൽ അസഹിഷ്ണുക്കളായിട്ടാണ് ഇപ്പോൾ ഭീകരവാദികൾ, അതായത് ബംഗ്ലാദേശിലെ കലാപകാരികൾ ഈ നസ്നീൻ മുന്നിക്ക് വേണ്ടി കൊലവിളി നടത്തുന്നത്. അതായത് ഗ്ലോബൽ TV എന്ന മാധ്യമത്തിന് അവർ ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. നസ്നീൻ മുന്നി എന്ന മാധ്യമ പ്രവർത്തകയെ എത്രയും വേഗം പുറത്താക്കണം, അങ്ങനെ പുറത്താക്കിയതിന് അവർക്ക് നൽകുന്ന സംരക്ഷണം ഒഴിവാക്കണം, അതിനുശേഷം ഞങ്ങൾക്കവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനുണ്ട് എന്ന്
പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ ആക്രോശിച്ചുകൊണ്ടാണ് ഗ്ലോബൽ ടിവിക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് കേരളത്തിലെ മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ അടക്കം പ്രകീർത്തിക്കുന്ന ഈ പറയുന്ന ഒസ്മാൻ ഹാദി ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ്. ഇന്ത്യ വിരുദ്ധനാണ്. ബംഗ്ലാദേശിലെ ജിഹാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളെയൊക്കെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിരുദ്ധത പ്രസംഗിച്ച് നടക്കുന്ന, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഇന്ത്യ വിരുദ്ധ നേതാവാണ് ഈ പറയുന്ന ഒസ്മാൻ ഹാദി. മറ്റൊരു രാജ്യത്തിനെതിരെ, ആ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ ഐക്യത്തിനുമൊക്കെ എതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും തീർച്ചയായും വലിയ ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിയാണ് ഒസ്മാൻ ഹാദി. ഈ ഒസ്മാൻ ഹാദി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ദില്ലി, അതോടൊപ്പം തന്നെ മറ്റു ചില സംസ്ഥാനങ്ങൾ, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാന് നൽകുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വികലമായ മാപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ മാപ്പ് പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കകം ഇയാളെ അജ്ഞാതരായ ഒരു സംഘം ആളുകൾ വെടിവെച്ച് വീഴ്ത്തുന്നു. ഈ വെടിവയ്പ്പിനിടെ പരിക്കേറ്റ ഇയാൾ 2-3 ദിവസം സിംഗപ്പൂരിലെ ഒരു ആശുപത്രിയിൽ കഴിയുന്നു. അതിനുശേഷം മരണമടയുന്നു. ഈ ആൾക്കാണ് ഏറ്റവും വലിയ ഒരു മയ്യത്ത് നമസ്കാരം ഈ ബംഗ്ലാദേശിൽ നടന്നത്. ആ മയ്യത്ത് നിസ്കാരത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാദിയുടെ കൊലപാതകത്തിനും അനുകൂലമായി TV റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചില്ല, അത് വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നസ്നീൻ മുന്നിക്കെതിരെ വലിയ രീതിയിൽ കൊലവിളി ഈ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ ഇതേ ഇസ്ലാമിസ്റ്റുകൾ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ചുട്ടുകൊല്ലുന്ന ഒരു സംഭവവും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ തിരിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഗ്ലോബൽ ടിവിക്ക് നേരെയുള്ള ആക്രോശങ്ങൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.